Hi all. Let us study about channel assignment strategies. The channel assignment strategies can be classified into two as fixed and dynamic channel assignment strategies. ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ കോൾസ് മാനേജ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഒരു ഹാൻഡ് ഓഫ് നടക്കുമ്പോൾ, ഹാൻഡ് ഓഫ് മീൻസ് ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് എ കോൾ ഫ്രം വൺ സെൽ ടു അനദർ. ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട് ഒരു മൊബൈൽ യൂസർ ഒരു കോള് പ്രോഗ്രസ്സിലാകുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലോട്ട്, അല്ലെങ്കിൽ ഒരു ബേസ് സ്റ്റേഷൻ്റെ ഏരിയയിൽ നിന്ന് വേറൊരു ബേസ് സ്റ്റേഷൻ്റെ ഏരിയയിലോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ആ കോള് ഇൻറ്ററപ്റ്റ് ചെയ്യാതെ, വിത്തൗട്ട് ഇൻറ്ററപ്റ്റിംഗ് ദാറ്റ് ഓൺ ഗോയിങ് കോൾ, ദ കോൾ ഗെറ്റ് ട്രാൻസ്ഫേർഡ് ടു ദി നെക്സ്റ്റ് ബേസ് സ്റ്റേഷൻ ഓർ ദി നിയറസ്റ്റ് ബേസ് സ്റ്റേഷൻ. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഹാൻഡ് ഓഫ്. ആൻഡ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി, നമ്മൾ ഏത് തരത്തിലുള്ള ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ചോയ്സ് എന്നത് എന്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്? ഹൗ കോൾസ് ആർ മാനേജ്ഡ് വെൻ എ മൊബൈൽ യൂസർ ഈസ് ഹാൻഡഡ് ഓഫ് ഫ്രം വൺ സെൽ ടു അനദർ. എങ്ങനെ കോള് മാനേജ് ചെയ്യുന്നത്, അതായത് ഒരു മൊബൈൽ യൂസർ ഹാൻഡ് ഓഫ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൊബൈൽ യൂസർ ഒരു കോൾ ഓൺ ഗോയിങ്ങിലാകുമ്പോൾ, അല്ലെങ്കിൽ ഓൺ പ്രോഗ്രസ്സിലാകുമ്പോൾ എങ്ങനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലോട്ട് കൈമാറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ചെയ്യുന്നു. അതാണ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ആസ് ഫിക്സഡ് channel assignment strategy and dynamic channel assignment strategy. First of all, let us learn about fixed channel assignment strategy. Fixed means each cell is allocated a predetermined set of voice channels. നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഏത് വോയിസ് ചാനൽസ് ആണോ, ഒരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള വാല്യൂസ് ഉള്ള വോയിസ് ചാനൽസ് ആയിരിക്കും ഓരോ സെല്ലിനും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് the cells are filled or assigned with or allocated with a predetermined set of voice channels, and any call attempt within that cell can only be served by the unused channels in that particular cell. അതായത് ഒരു സെല്ലിൽ നേരത്തെ നമ്മൾ, അല്ലെങ്കിൽ ഒരു സെല്ലിൽ ഒരു ഫിക്സഡ് ചാനൽ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ വോയിസ് ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ വേറൊരു കോൾ അറ്റംപ്റ്റ് വരികയാണ്. ഇഫ് എനി അനദർ കോൾ അറ്റംപ്റ്റ്, വേറൊരു കോള് അല്ലെ കോൾ അറ്റംപ്റ്റ് ആ സെല്ലിനുള്ളിൽ വന്നാൽ, ആ സെല്ലിലെ അൺയൂസ്ഡ് ചാനൽസ് വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ചാനലിൽ അല്ലെങ്കിൽ ആ സെല്ലിൽ വേറൊരു കോളിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇഫ് ഓൾ ദി ചാനൽസ് ഇൻ ദാറ്റ് ആർ ഒക്കുപ്പൈഡ്, ആ സെല്ലിലെ എല്ലാ ചാനൽസും ഒക്കുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ അലോക്കേറ്റഡ് ആണെങ്കിൽ, ദ കോൾ ഈസ് ബ്ലോക്ക്ഡ്. അവിടെ എന്ത് ചെയ്യാൻ നടക്കത്തില്ല, ആ യൂസറിന് ആ കോള് പ്രോഗ്രസ് അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കോള് ബ്ലോക്ക് ആയി പോകും. ആൻഡ് സബ്സ്ക്രൈബർ ഡസ് നോട്ട് റിസീവ് സർവീസ്. ആ പർട്ടിക്കുലർ യൂസറിന് അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബറിന് എന്ത് കിട്ടത്തില്ല, ആ മൊബൈൽ സിസ്റ്റത്തിൻ്റെ സർവീസ് ലഭ്യമാകുകയില്ല. അതാണ് ഫിക്സഡ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി. ഫിക്സഡ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി മീൻസ് each cell is allocated with a predetermined set of voice channels, and any call attempt within the cell can be only served by the unused channels in that particular cell. ആ സെല്ലിലെ അൺയൂസ്ഡ് ആയിട്ടുള്ള ചാനൽസ് വെച്ച് മാത്രമേ ഏതെങ്കിലും ഒരു കോൾ അറ്റംപ്റ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ആ സെല്ലിലെ എല്ലാ ചാനൽസും ഒക്കുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ എല്ലാ ചാനൽസും യൂസിലാണ്, ഓരോ കോളിന് വേണ്ടിയിട്ട് ഓരോ ചാനൽ യൂസിലാണെങ്കിൽ എന്തില്ല, ആ കോള് ബ്ലോക്ക് ആകും. അവിടെ ഒരു സർവീസ് ആ അറ്റംപ്റ്റ് ചെയ്യുന്ന യൂസറിന് ലഭ്യമാകുകയില്ല. ആൻഡ് ഇൻ വൺ അപ്രോച്ച് ഓഫ് ദി ഫിക്സഡ് അസൈൻമെൻറ്റ് സ്ട്രാറ്റജി, അതിന് പറയുന്ന പേരാണ് ബോറോയിങ് സ്ട്രാറ്റജി. ദാറ്റ് മീൻസ് എ സെൽ ഈസ് അലൗഡ് ടു ബോറോ ചാനൽസ് ഫ്രം എ നെയ്ബറിംഗ് സെൽ. അതായത് നമ്മൾ പറഞ്ഞു, ഒരു ഫിക്സഡ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജിയിൽ പ്രീഡിറ്റർമൈൻഡ് വാല്യൂസ് അല്ലെ വോയിസ് ചാനൽസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു കോൾ അറ്റംപ്റ്റ് വരുമ്പോൾ അൺയൂസ്ഡ് ചാനൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ കോള് ബ്ലോക്ക് ആവും.
ആൻഡ് ഇൻ ഫിക്സഡ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി ഒരു വൺ മോർ സബ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു സബ് കാറ്റഗറി ഉണ്ട്. അതിന് പറയുന്നതാണ് ബോറോയിങ് സ്ട്രാറ്റജി. ഇൻ ദാറ്റ് ഇഫ് എ സെൽ ഈസ് അലൗഡ് ടു ബോറോ ചാനൽ, അതായത് ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സെല്ലിന് അതിൻ്റെ നെയ്ബറിങ്, അതിൻ്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ അടുത്തുള്ള സെല്ലിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും, ചാനൽസിനെ ബോറോ ചെയ്യാം അല്ലെങ്കിൽ കടം വാങ്ങാൻ പറ്റും. അവിടെ ആ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ ചാനൽസ് ആർ ഒക്കുപ്പൈഡ്, ഇഫ് ഓൾറെഡി ഒക്കുപ്പൈഡ് ആണെങ്കിൽ ഒരു കോള് നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോൾ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത സെല്ലിലെ ചാനൽസ് ബോറോ ചെയ്യാം. അതിന് പറയുന്ന പേരാണ് ബോറോയിങ് സ്ട്രാറ്റജി. ആൻഡ് ദി മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ഓർ MSC സൂപ്പർവൈസസ് സച്ച് ബോറോയിങ്. ഇങ്ങനെയുള്ള ബോറോയിങ് അല്ലെങ്കിൽ ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജിയിൽ ഇങ്ങനെയുള്ള ബോറോയിങ് പ്രൊസീജിയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്നത് MSC ആണ്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹാസ് ടു എൻഷുർ ദാറ്റ് ദി ബോറോയിങ് ഓഫ് എ ചാനൽ ഡസ് നോട്ട് ഡിസ്റപ്റ്റ് ഓർ ഇൻ്റർഫിയർ വിത്ത് എനി കോൾസ് ഇൻ പ്രോഗ്രസ് ഇൻ ദി ഡോണർ സെൽ. ആ ഏത് സെല്ലാണോ ഇത് തരുന്നത്, ചാനൽസ് തരുന്നത്, ആ സെല്ലിലെ ഓൺഗോയിങ് കോൾസിന് യാതൊരുവിധ പ്രോബ്ലംസും അല്ലെങ്കിൽ ഇഷ്യൂസും ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ ബോറോയിങ് പ്രോസസ്സ് നടത്താൻ. അത് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടെയാണ്? മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ ഓർ MSC എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി ഈസ് ഡൈനാമിക് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി. ഇൻ ഫിക്സഡ് the channels are allocated to the cell, that is predetermined values are allocated to a particular cell, whereas in dynamic channel assignment strategy these voice channels are not allocated to cells permanently. It is not allocated permanently, and instead each time when a call request is made the serving base station request a channel from the MSC. എപ്പോഴൊക്കെയാണോ കോളിന് ഒരു അറ്റംപ്റ്റ് വരുന്നത് അപ്പോൾ ആ സെല്ല് MSCയിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കും ഒരു ചാനൽ അലോക്കേറ്റ് ചെയ്യാൻ. ഒരിക്കലും ഒരു സെല്ലിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ചാനൽസ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല ഇതിൽ ഡൈനാമിക് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജിയിൽ. ദാറ്റ് ഈസ് MSCയിൽ നിന്ന് ആ ഒരു സെല്ല് എന്ത് ചെയ്യുന്നു, ചാനൽസിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുന്നു. അവിടെ പെർമനൻ്റ്ലി സെൽസിന് ചാനൽസ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി ഈസ് നോൺ ആസ് ഡൈനാമിക് ചാനൽ അസൈൻമെൻറ്റ് സ്ട്രാറ്റജി. ദി സ്വിച്ച് ദെൻ അലോക്കേറ്റ്സ് എ ചാനൽ ടു ദി റിക്വസ്റ്റഡ് സെൽ. അപ്പോൾ ആ MSC എന്ത് ചെയ്യുന്നു, ആ റിക്വസ്റ്റഡ് സെല്ലിന് ചാനൽ അലോക്കേറ്റ് ചെയ്യുന്നു ബൈ ഫോളോയിങ് ആൻ അൽഗോരിതം. ഒരു അൽഗോരിതം കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാനൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ നോട്ട് റിസൾട്ട് ഇൻ any blocking or the call disrupting in that cell. അതായത് ഫ്യൂച്ചർ ബ്ലോക്കിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ബ്ലോക്കിംഗ് ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി യൂസ് ഓഫ് ദി കാൻഡിഡേറ്റ് ചാനൽ, ദി റീയൂസ് ഡിസ്റ്റൻസ് ഓഫ് ദി ചാനൽ ആൻഡ് അതർ കോസ്റ്റ് ഫങ്ഷൻസ്. അതായത് ഇതുപോലുള്ള പ്രോപ്പറായിട്ട് കോൾ പ്രോഗ്രസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുന്ന രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ചാനൽസിനെ അലോക്കേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി സ്വിച്ചിനാണ് അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ MSCക്കാണ് അതുപോലുള്ള ഡ്യൂട്ടി. ആൻഡ് അക്കോർഡിംഗ്ലി ദ MSC only allocates a given frequency if that frequency is not presently in use in the cell. അപ്പോൾ ആ MSC എപ്പോഴാണ് അലോക്കേറ്റ് ചെയ്യുന്നത്, ആ അലോക്കേറ്റ് ചെയ്യുന്ന ചാനൽ വേറൊരിടത്ത് അല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് വേറൊരു സെല്ലിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ മിനിമം റെസ്ട്രിക്റ്റഡ് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണ്. അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് വരാത്ത രീതിയിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അലോക്കേറ്റ് ചെയ്യുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഹാൻഡ് ഓഫ് സ്ട്രാറ്റജി. Hand off means when a mobile moves into a different cell while a conversation is in progress. അതായത് ഒരു കോള് പ്രോഗ്രസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ കോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൊബൈൽ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് സെല്ലിലോട്ട് ട്രാവൽ ചെയ്യുന്നു. ആൻഡ് ദി MSC ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫേഴ്സ് ദി കോൾ ടു എ ന്യൂ ചാനൽ ബിലോങ്ങിങ് ടു ദി ന്യൂ ബേസ് സ്റ്റേഷൻ. അങ്ങനെ MSC ഓട്ടോമാറ്റിക്കലി ആ കോള് ട്രാൻസ്ഫർ ചെയ്യുന്നു പുതിയ ബേസ് സ്റ്റേഷനിലോട്ട്.
അത്തരത്തിലുള്ള പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ നോട്ട് ഓൺലി ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് എ ന്യൂ ബേസ് സ്റ്റേഷൻ ബട്ട് ഓൾസോ റിക്വയേഴ്സ് ദാറ്റ് ദി വോയിസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. അതായത് പുതിയ ബേസ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക മാത്രമല്ല, ആ കോളിന് വേണ്ട വോയിസ് ചാനലും കൺട്രോൾ സിഗ്നൽസും കൂടി അലോക്കേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുകയും ഈ ഹാൻഡ് ഓഫ് ഓപ്പറേഷനിലൂടെ നടക്കും. ആൻഡ് ഹാൻഡ് ഓഫ് മസ്റ്റ് ബി പെർഫോംഡ് സക്സസ്ഫുള്ളി ആൻഡ് ആസ് ഇൻഫ്രീക്വൻ്റ്ലി ആസ് പോസിബിൾ. അതായത് എപ്പോഴും ഹാൻഡ് ഓഫ് നടക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സക്സസ്ഫുള്ളായിട്ട് ആ കോള് ബ്രേക്ക് ആവാതെ തന്നെ എന്ത് ചെയ്യണം, ഹാൻഡ് ഓഫ് പെർഫോം ചെയ്യണം. ആൻഡ് സിസ്റ്റം ഡിസൈനേഴ്സ് മസ്റ്റ് സ്പെസിഫൈ ആൻ ഒപ്റ്റിമം സിഗ്നൽ ലെവൽ. എപ്പോഴാണോ ഈ ഹാൻഡ് ഓഫ് നടക്കേണ്ടത് അങ്ങനെ ഒരു മിനിമം ഒപ്റ്റിമം സിഗ്നൽ ലെവല് സ്പെസിഫൈ ചെയ്യണം. ആൻഡ് എ പർട്ടിക്കുലർ സിഗ്നൽ ഈസ് സ്പെസിഫൈഡ് ആസ് ദി മിനിമം യൂസബിൾ സിഗ്നൽ അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിഗ്നൽ ലെവൽ. അതിൽ ക്വാളിറ്റി അല്ലെങ്കിൽ വോയിസ് ക്വാളിറ്റി നല്ലതായിരിക്കണം, അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിരിക്കണം. ഒരു യൂസറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വോയിസ് സിഗ്നൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിനിമം സിഗ്നൽ ലെവൽ അല്ലെങ്കിൽ യൂസബിൾ സിഗ്നൽ ലെവൽ സെറ്റ് ചെയ്യുന്നു. അതിലും താഴെ സിഗ്നൽ ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അടുത്തുള്ള സ്റ്റേഷനിലോട്ട് കോൾ ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ് സ്ട്രാറ്റജി. ആൻഡ് എ സ്ലൈറ്റ്ലി സ്ട്രോങ്ങർ ലെവൽ ഈസ് യൂസ്ഡ് ആസ് ത്രഷോൾഡ് അറ്റ് വിച്ച് എ ഹാൻഡ് ഓഫ് ഈസ് മെയ്ഡ്. ഈ മിനിമം യൂസബിൾ ലെവലിൽ നിന്നും കുറച്ച് കൂടി അല്ലെങ്കിൽ ഒരു ഹയർ ലെവലായിരിക്കും അല്ലെങ്കിൽ ത്രഷോൾഡ് വാല്യൂ ആയിട്ട് നിൽക്കുന്നത്. കുറച്ചൊരു ഹയർ വാല്യൂ, അത് അപ്പോഴേ എന്ത് ചെയ്യണം, ഹാൻഡ് ഓഫ് പെർഫോം ചെയ്യണം. ആൻഡ് ദിസ് മാർജിൻ ഈസ് ഗിവൺ ആസ് ഡെൽറ്റ ഈക്വൽ ടു പി ആർ ഹാൻഡ് ഓഫ് മൈനസ് പി ആർ മിനിമം യൂസബിൾ. അതായത് ഹാൻഡ് ഓഫ് നടക്കേണ്ട പവർ മൈനസ് ആ മിനിമം യൂസബിൾ സിഗ്നൽ ലെവൽ. അതേപോലെ ഈ ഡെൽറ്റ അല്ലെങ്കിൽ ഈ മാർജിൻ എന്ന് പറഞ്ഞത് കൂടുതൽ അല്ലെങ്കിൽ വളരെയധികം ഒരു വലിയ വാല്യൂ ആണെങ്കിൽ എന്ത് പറ്റും, അൺനെസസറി ഹാൻഡ് ഓഫ് എപ്പോഴും എന്ത് നടക്കും, ഹാൻഡ് ഓഫ് നടക്കും. അതേപോലെ അത് ഏറ്റവും സ്മോൾ ആയാലോ ഡെൽറ്റയുടെ വാല്യൂ സ്മോൾ ആയാൽ എന്ത് പറ്റും, ദർ മേ ബി ഇൻസഫിഷ്യൻറ്റ് ടൈം ടു കംപ്ലീറ്റ് എ ഹാൻഡ് ഓഫ്. പെട്ടെന്ന് അല്ലെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള ടൈമിനുള്ളിൽ എന്ത് നടക്കത്തില്ല, ഹാൻഡ് ഓഫ് നടക്കുകയില്ല. അത്തരത്തിലുള്ള രീതിയിൽ ആ മാർജിൻ സെറ്റ് ചെയ്യണം. ഒരുപാട് ഹൈയും ആകരുത് അല്ലെങ്കിൽ ലാർജ് വാല്യൂ ആകരുത്, ഒരുപാട് സ്മോളർ വാല്യൂ ആകരുത്. ആൻഡ് ഹാൻഡ് ഓഫ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹാർഡ് ഹാൻഡ് ഓഫ് ആൻഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹാർഡ് എന്നും സോഫ്റ്റ് എന്നും. ഹാർഡ് ഹാൻഡ് ഓഫ് ഈസ് അതർവൈസ് നോൺ ആസ് ബ്രേക്ക് ബിഫോർ മേക്ക് ആൻഡ് സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഈസ് അതർവൈസ് നോൺ ആസ് മേക്ക് ബിഫോർ ബ്രേക്ക്. ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് ബ്രേക്ക് ബിഫോർ മേക്ക് എന്ന് പറഞ്ഞാൽ ഓൾഡ് കണക്ഷൻ അല്ലെങ്കിൽ ഓൾഡ് ബേസ് സ്റ്റേഷനോടുള്ള കണക്ഷൻ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഇന്റർ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ടൈപ്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഇറ്റ് ഈസ് നോൺ ആസ് make before make. That means the connection to the old base station is not broken until connection to the new base station is made. ആ പുതിയ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബ്രേക്ക് ചെയ്യത്തുള്ളൂ. അതുവരെ ഓൾഡ് ബേസ് സ്റ്റേഷനുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് പറയുന്നത് മേക്ക് ബിഫോർ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു ഫിഗർ കാണിച്ചിരിക്കുകയാണ് ഹാൻഡ് ഓഫ് സ്ട്രാറ്റജി. അതായത് രണ്ട് ബേസ് സ്റ്റേഷൻ 1 ബേസ് സ്റ്റേഷൻ 2 A B രണ്ട് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ഇംപ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷൻ ആൻഡ് പ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷൻ. ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും ദർ ആർ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓർ ഡിഫറെൻറ്റ് സിഗ്നൽ ലെവൽസ് ആർ മെൻഷൻഡ്. സിഗ്നൽ ലെവൽ ഈസ് മെൻഷൻഡ് ഇൻ ദി y axis and time is mentioned along the x axis. അപ്പം ഈ y ആക്സിസിലെ റിസീവ്ഡ് സിഗ്നൽ ലെവലിൽ രണ്ട് പോയിന്റ് കാണിച്ചിട്ടുണ്ടല്ലോ, പോയിന്റ് ബി, എയിലെ പോയിന്റും ബിയിലെ സിഗ്നൽ ലെവലും. അപ്പോൾ പ്രോപ്പർ സിഗ്നൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മിനിമം അക്സെപ്റ്റബിൾ ഇത് കൊടുത്തിട്ടുണ്ട്. അതിലും താഴെ പോയാൽ എന്ത് പറ്റും, കോള് ടെർമിനേറ്റ് ആകും. അതിന് മുന്നിലാണ് അല്ലെങ്കിൽ അതിൽ കൂടിയ ഒരു ഇതാണ് ഹാൻഡ് ഓഫ് ത്രെഷോൾഡായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇംപ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷൻ ആദ്യം പറയാം. എന്താണ്, ഇൻ ദിസ് ഫിഗർ ദി സിഗ്നൽ ലെവൽ ഫോൾസ് ബിലോ ദി മിനിമം
അക്സെപ്റ്റബിൾ ലെവൽ, മിനിമം അക്സെപ്റ്റബിൾ ലെവലിൽ നിന്നും താഴെ പോയി. അപ്പോൾ എന്ത് പറ്റും? ആ കോള് ടെർമിനേറ്റ് ആവും. ഇനി പ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷൻ, ഇത് പ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഈ പ്രോപ്പർ ഹാൻഡ് ഓഫ് സിറ്റുവേഷനിൽ എന്താണ്? ഈ ലെവൽ അറ്റ് പോയിന്റ് ബിയിലെ സിഗ്നൽ ലെവൽ, അവിടെ എന്ത് പറ്റുന്നു? ആ സിഗ്നൽ ലെവൽ താഴുന്ന, അത് പോയിന്റ് ലെവലിലോട്ട് താഴുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? കോള് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കോള് അടുത്ത പോയിന്റിലോട്ട്, അല്ലെങ്കിൽ അടുത്ത ബേസ് സ്റ്റേഷൻ 2 ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഈ ഫിഗർ. ഒരു പ്രോപ്പർ എം എസ് സി സ്വിച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് ഹാൻഡ് ഓഫും ഇംപ്രോപ്പർ സിറ്റുവേഷനും രണ്ട് കോണ്ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദി ഹാൻഡ് ഓഫ് സ്ട്രാറ്റജി, there is a time known as dwell time, means the time over which a call is maintained within a cell without handoff. ഹാൻഡ് കൂടാതെ ഒരു സെല്ലിൽ ഒരു കോള് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡ്വൽ ടൈം. അതിനെടുക്കുന്ന ടൈമിനെയാണ് ഡ്വൽ ടൈം എന്ന് പറയുന്നത്. ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ഓർ അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാൻഡ് ഓഫ് ഈസ് മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ്, MAHO. That means hand off decisions are handled by mobile itself, or mobile assisted ആണ് എന്ത്? ഹാൻഡ് ഓഫ്. ഇതിൽ ഇൻ മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് എവരി മൊബൈൽ സ്റ്റേഷൻ മെഷേഴ്സ് ദി റിസീവ്ഡ് പവർ. ഇവിടെ ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബേസ് സ്റ്റേഷനുമായിട്ടുള്ള സിഗ്നൽ ലെവൽ മെഷർ ചെയ്യുന്നത് ആരാണ്? മൊബൈൽ ഡിവൈസ് തന്നെയാണ്. എപ്പോഴാണോ ഒരു ലെവലിൽ പർട്ടിക്കുലർ ലെവലിൽ താഴുന്നത്, ആ മൊബൈൽ തന്നെ എന്തിന് ഇനിഷ്യേറ്റ് ചെയ്യും? ഹാൻഡ് ഓഫിന് ഇനിഷ്യേറ്റ് ചെയ്യും. ആൻഡ് ദിസ് MAHO മെത്തേഡ് ഓർ മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫ് മെത്തേഡ് എനേബിൾസ് ദ കോൾ ടു ബി ഹാൻഡഡ് ഓവർ ബിറ്റ്വീൻ ബേസ് സ്റ്റേഷൻസ് അറ്റ് എ മച്ച് ഫാസ്റ്റർ റേറ്റ്. MSC അല്ലെങ്കിൽ സ്വിച്ചിങ് സെൻറ്റർ കൺട്രോൾ ചെയ്യുന്ന ഹാൻഡ് ഓഫിനെക്കാട്ടിലും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ അസിസ്റ്റഡ് ഹാൻഡ് ഓഫിന് പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ്. ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് മീൻസ് ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് എ കോൾ, if a mobile moves from one cellular system to a different cellular system controlled by a different MSC. ഇന്റർ സിസ്റ്റം ആണ്, രണ്ട് സിസ്റ്റംസിനിടയിലുള്ള, രണ്ട് മൊബൈൽ സിസ്റ്റത്തിനിടയിൽ നടക്കുന്ന ഹാൻഡ് ഓഫ്. ഒരു മൊബൈൽ എവിടെ നിന്ന് മൂവ് ചെയ്യുന്നു? ഒരു സെല്ലുലാർ സിസ്റ്റത്തിന് വേറൊരു MSC കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നടക്കുന്ന സിസ്റ്റം ഹാൻഡ് ഓഫിന് പറയുന്ന പേരാണ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ്. ആൻഡ് MSC engages in an inter-system handoff when a mobile signal becomes weak in a given cell and the MSC cannot find another cell within the system. ഒരു സെൽ അല്ലെങ്കിൽ ഒരു കോള് ട്രാവൽ ചെയ്യുമ്പോൾ ആ സിഗ്നൽ ലെവല് വീക്കർ ലെവലിലോട്ട് പോകുമ്പോൾ ആ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം റേഞ്ചിൽ അതിന് ഒരു പ്രോപ്പർ ബേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സെല്ല് കാണാൻ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത സിസ്റ്റത്തിലോട്ട് ആ കോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഇന്റർ സിസ്റ്റം ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ.